നമസ്കാരം. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നവരെ സംഘടിതമായി ആക്രമിച്ച് വായടപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്തായി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുൻ്റെ ലോറിയും. ഈ ലോറി ഡ്രൈവർ മനാഫിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലും ഉണ്ടായ ചില പൊരുത്തക്കേടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ ലോറി കാണാതായതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങളും സ്വാഭാവികമായി ആർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങളും ഞാൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിന് വളരെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ആ വീഡിയോയ്ക്ക് താഴെ വന്നത്. ഞാനിതൊരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ മതവിഭാഗത്തിൽപ്പെട്ടവരെ ആരും യാതൊന്നും പറയാൻ പാടില്ല, കാരണം പറയുന്നവന് ഇതായിരിക്കും അനുഭവം എന്നുള്ളതാണ് അവർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനായി പറയുന്നതല്ല. പറയുന്ന കാര്യം നിങ്ങൾ അതേ ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളണം. ഇതിപ്പോൾ പറയാൻ ആമുഖമായി ഇത്രയും കാര്യം പറയാൻ ഒരു കാരണമുണ്ട്. ഇന്നലത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ അകത്തെ പേജിൽ ചെറിയ കോളത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ ചുവടുറപ്പിക്കാൻ IS ശ്രമമെന്ന UN റിപ്പോർട്ട് എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ആ വാർത്ത, ചെറിയ വാർത്ത ഞാനൊന്ന് വായിക്കാം. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികൾ വഴി ഇന്ത്യയിൽ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതായി UN മുന്നറിയിപ്പ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് ലെവന്റ്, ഖൊറാസാനെ ആണ് വ്യക്തികളെ ഒറ്റയ്ക്ക് സംഘടനയിലേക്ക് ആകർഷിക്കാൻ നീക്കം നടത്തുന്നതെന്ന് ഭീകര സംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന UN വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയാതെ വന്നതിനാലാണ് ഈ മാതൃക സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ഹിന്ദു മുസ്ലിം വിരോധം വളർത്താൻ ഉറുദുവിൽ ഒരു ബുക്ക്ലെറ്റ് പുറത്തിറക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രവർത്തകരുടെ എണ്ണം 4000-ൽ നിന്ന് 6000-ആക്കി വർദ്ധിപ്പിച്ച ISIL-K ഈ മേഖലയിൽ ഏറ്റവും വലിയ ഭീഷണിയാണ്. തെഹ്രീക് താലിബാൻ പാകിസ്ഥാനാണ് ഈ മേഖലയിലെ ഭീകര സംഘടനകളെ ഏകോപിപ്പിക്കുന്നത് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. താലിബാൻ, അൽ-ഖായിദ എന്നിവയോടൊപ്പം ചേർന്ന് TTP അഥവാ തെഹ്രീക് ജിഹാദ് പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം നൽകിയെന്നും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും വലുതായി ഈ വിഷയം ചർച്ച ചെയ്തു കണ്ടില്ല. അച്ചടി മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലുമൊന്നും ഇതൊന്നും വാർത്തയായില്ല. അന്തിച്ചർച്ചകളിലൊന്നും ഈ വിഷയം പ്രതിപാദിച്ചു കണ്ടില്ല. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും ഭീഷണി സ്വരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ അവസരത്തിൽ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. മുൻ പോലീസ് സംസ്ഥാന മേധാവി TP സെൻകുമാർ അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു, കേരളം തീവ്രവാദികളുടെ ഹബ്ബാണ്, തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെയും വായടപ്പിക്കാൻ ചെയ്തത് എന്താണ്? ചാണകം, സംഘി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വായടപ്പിച്ചും. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരു മിടുക്കനായ സമർത്ഥനായ മറ്റൊരു പോലീസ് മേധാവി നമുക്കുണ്ടായിരുന്നു, ശ്രീ ലോക്നാഥ് ബെഹ്റ. അദ്ദേഹം ഇപ്പോൾ കൊച്ചിൻ മെട്രോയുടെ ചെയർമാനാണ്. അദ്ദേഹം വിരമിക്കൽ പ്രസംഗത്തിലാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് തീവ്രവാദ സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ടെന്ന്. അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് ഓർക്കണം. അതായത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഒരു വ്യക്തിയാണ് അതുവരെ മറച്ചു പിടിച്ചിരുന്ന ഒരു രഹസ്യം വിരമിക്കൽ പ്രസംഗം വരെ ഒളിപ്പിച്ചു വെച്ചതും വിരമിക്കൽ പ്രസംഗത്തിൽ പുറത്തുവിട്ടതും. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായോ? ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണങ്ങളും എടുത്തു നോക്കൂ, ഏതെങ്കിലും ഒരു മലയാളിയുടെ പങ്ക് അത്തരം ആക്രമണങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു 90% സംഭവങ്ങളിലും ഇത്തരം മലയാളികളുടെ ഒരു പങ്കുണ്ട്. അപ്പോൾ UN നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും നമുക്ക് കൂടി ബാധകമാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്തരം ഭീകര പ്രവർത്തനങ്ങളൊന്നും അധികമായി നടക്കാറില്ല. NIA വന്ന് കേരളത്തിൽ വന്ന് തീവ്രവാദികളെ പിടികൂടിക്കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ നമുക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ നമുക്കിടയിൽ ജീവിച്ചിരുന്നു എന്ന്. ഉദാഹരണത്തിന് ഒരു 1.5 വർഷം മുൻപ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു വ്യക്തിയെ NIA പിടികൂടുകയുണ്ടായി. അദ്ദേഹം ഒരു സ്ഫോടന കേസിലെ പ്രതിയാണ്, ഒരു ഭീകരനാണ്. അദ്ദേഹം ഇവിടെ വന്ന് തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവിലോ വള്ളക്കടവിലോ മറ്റോ വന്ന് വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുകയായിരുന്നു. ഒരു കാരണവശാലും അയാളെ പോലീസ് പിടികൂടില്ലായിരുന്നു. ഭാര്യയുമായിട്ടുള്ള എന്തോ ഒരു തർക്കത്തിൻ്റെ പേരിലുണ്ടായ സംശയം കാരണമാണ് അന്വേഷണം നടന്നതും ഇയാളെ പിടിച്ച് NIA കൊണ്ടുപോയത്. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വളരെ സുരക്ഷിതമായി ഏതൊരു ഭീകരർക്കും താമസിക്കാനുള്ള ഒരു താവളമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലെ മുസ്ലിം നാമധാരികൾ. അവരൊരു വർഗീയത പറയുന്ന അല്ലെ മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അതേ ഗൗരവത്തിലെടുക്കുക. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയില്ല.
തീവ്രവാദികളെ കുറിച്ചാണ് പറയുന്നത്, തീവ്രവാദത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ മുസ്ലിം നാമധാരികളായ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലുള്ളവരെ കുറിച്ചല്ല. അത് ആദ്യം മനസ്സിലാക്കുക. തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇതെല്ലാം ഞങ്ങളുടെ മതത്തെക്കുറിച്ചാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ദയവ് ചെയ്ത് അത്തരക്കാരോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത്, നമ്മുടെ നാടും നമ്മുടെ ജീവിതവും ഒക്കെയാണ് നമുക്ക് വലുത്, മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന, സമൂഹത്തിന് ഭീഷണിയാകുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ട ബാധ്യത ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, അതായത് തീവ്രവാദികൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഒരു സുരക്ഷിതമായ താവളമായി മാറിയിരിക്കുന്നു കേരളം എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞ വട്ടിയൂർക്കാവ് സംഭവം. 2 വർഷം മുമ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു അയാളെ NIA പിടികൂടിയത്. അതിനുശേഷം തന്നെ നമുക്കറിയാം പന്തളത്തുള്ള ഒരു വ്യക്തിയും പാലക്കാട്ടുള്ള ഒരു വ്യക്തിയുമൊക്കെ ഉത്തർപ്രദേശിൽ നടത്തിയ ഒരു ഭീകരാക്രമണം NIA അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴാണ് അവരുടെ വീട്ടുകാർ പോലും അറിയുന്നത്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? ആ പാവം വീട്ടുകാർക്ക് പോലും അറിയില്ല ഇവരെന്താണ് ചെയ്യുന്നതെന്ന്. അതിലൊരാൾ മരപ്പണിക്കാരനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വളരെ നാട്ടിലൊക്കെ വളരെ സൗമ്യനായി ശാന്തനായി മര്യാദയോട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരക്കാർ നമുക്കിടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ UN-ന്റെ റിപ്പോർട്ട് തന്നെ അതീവ ഗൗരവമുള്ളതാണ്. എന്തിനാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരു മുസ്ലിം നാമധാരി ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തു, അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ യാതൊരു പരിചയവുമില്ലാത്ത മുസ്ലിങ്ങൾ പോലും വന്നിട്ട് എന്തിനാണ് ഈ പറയുന്നയാളെ തെറി വിളിക്കുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരക്കാരെ സംഘടിപ്പിക്കാനും ഇതുപോലുള്ളവരെ എതിർക്കാനുമായി, അതായത് അവരെ ചോദ്യം ചെയ്യുന്നവരെ എതിർക്കാനുമായി വലിയൊരു സംഘടിത ശ്രമവും അതുപോലെ പരിശീലനവും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും നമുക്കിടയിൽ തന്നെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മിക്കവാറും ഫേക്ക് ഐഡിയിൽ നിന്നൊക്കെ ആയിരിക്കും ഇതുപോലെയുള്ള കമൻറ്റുകളും മറ്റും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? സാധാരണക്കാരൻ ഭയന്നു പോകും. കാരണം പേടിച്ചൊന്നും പറയാൻ കഴിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ലല്ലോ. അതാണ് നമ്മുടെ വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 10 വർഷത്തിന് മുമ്പാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ TJ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത്. പ്രവാചകനെ നിന്ദിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർത്തി അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. 10 വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് വികസിച്ചു, സമൂഹ മാധ്യമങ്ങളൊക്കെ ഒരുപാട് വിശാലമായി, അതുപോലെ ടെക്നോളജിയൊക്കെ വികസിച്ചു. എന്നിട്ട് പോലും എന്താണ്, നമ്മുടെ ചിലർ വീണ്ടും നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോവുകയാണ്. ചില വ്യക്തികൾ വസ്ത്രധാരണത്തിലായിരുന്നാലും അവരുടെ ആചാരങ്ങളിലായിരുന്നാലും ഒക്കെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇനിയും പറയും, കാരണം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, ഈ കേരളത്തിൽ നമുക്ക് സമാധാനമായി ജീവിക്കണം. നമ്മുടെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്, സമാധാനമായി ജീവിക്കണം. അപ്പോൾ ഈ UN റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ IS വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും വേരുറപ്പിക്കാൻ സാധ്യതയില്ല. കാരണം UP-യിലേക്ക് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവിടെ കൃത്യമായ നിരീക്ഷണവും അതുപോലെ നടപടികളും ഒക്കെ ഉണ്ട്. കേരളമാകുമ്പോൾ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടം എത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട്. ഈ റിപ്പോർട്ടിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് വലിയ ഭീകരാക്രമണങ്ങളൊന്നും നടത്താൻ കഴിയാതെ വന്നതോടെയാണ് അവർ ഇത്തരമൊരു പ്രവർത്തിക്കുക, അതായത് വ്യക്തികളെയായി ഈ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും, മനോരമയിൽ പോലും 5-ാമത്തെയോ 6-ാമത്തെയോ ഒരു ഉൾപേജിൽ ഒരു ചെറിയ കോണത്തിലാണ് വാർത്ത വന്നത്. ഇതൊന്നും ചർച്ച ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടി അന്തിച്ചർച്ച ചാനലുകൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ചാനലുകളൊക്കെ അറിയാം, ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ ചർച്ചയാണ്, ഒരു പട്ടി പെറ്റു കഴിഞ്ഞാൽ അത് ചർച്ചയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഗൗരവകരമായ ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്നുകൂടി മനസ്സിലാക്കണം. ഈ മാധ്യമങ്ങളുടെ പൊള്ളത്തരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു വലിയ അതീവ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും പറയും, എത്ര ഭീഷണിയുണ്ടെങ്കിലും പറയും, എത്ര രീതിയിൽ ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിച്ചാലും സൈബർ ആക്രമണങ്ങൾ നടത്തിയാലും പറഞ്ഞുകൊണ്ടേയിരിക്കും.